ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ഇന്ന് 2024 നവംബർ 13 ബുധനാഴ്ചയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. ഇനി മിക്കവാറും ഈ എക്സ്പയറി മാത്രമേ ഉണ്ടാവുള്ളൂ. അടുത്ത എക്സ്പയറി ആകുമ്പോഴത്തേനും ബാങ്ക് നിഫ്റ്റിയുടെ ഒക്കെ എക്സ്പയറി ഡേറ്റ് മന്ത്ലി ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. കറക്റ്റ് പറയാൻ ചിലപ്പോൾ ഒരു എക്സ്പയറി കൂടി കിട്ടിയേക്കാം. 20 ചിലപ്പോൾ കിട്ടിയേക്കാം. എന്തായാലും അത് വരുന്ന വഴിക്ക് നമുക്ക് കാണാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. നമുക്കപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ, നിഫ്റ്റി ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നമ്മൾ ഓൾറെഡി മുൻപേ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്ത ഒരു ലെവൽസ് ഉണ്ട്. അപ്പോൾ 23,900 എന്നൊരു ലെവലിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മാർക്കറ്റ് അവിടെ വരെ വന്നിട്ട് തിരിച്ചു പൊങ്ങിയിട്ടുണ്ട്. ഇന്ന് അത് നോർമലി വരുന്ന ഒരു പുൾ ബാക്കാണ്. ഈ രീതിയിൽ ഇവിടെ ഒന്ന് ടച്ച് ചെയ്തു, ഏതാണോ ബ്രേക്ക് ചെയ്യേണ്ട ലൈൻ അതൊന്ന് ടച്ച് ചെയ്തിട്ട് ഒന്ന് പുൾ ബാക്ക് എടുത്തിട്ട് വീണ്ടും അത് ടച്ച് ചെയ്യും. ഇവിടെ നിന്ന് തിരിച്ച് എങ്ങോട്ട് പോകണം എന്നുള്ളത് മാർക്കറ്റ് തീരുമാനിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലോസിങ് താഴോട്ടാണ് വരുന്നതെങ്കിൽ ഫർദർ ഫോള് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി അതല്ല, ഇവിടെ നിന്ന് മുകളിലോട്ടാണ് മാർക്കറ്റിന് തീരുമാനം, ഇന്ന് ഗ്രീൻ ക്യാൻഡിലായിട്ട് അവസാനിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഈ ട്രെൻഡ് ലൈനും കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ മാർക്കറ്റ് ഇതുവരെ നമ്മൾ ആ ഒരു ട്രെൻഡ് ലൈൻ ഫോളോ ചെയ്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിന്നാണ് ആ ട്രെൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ഭാഗത്തും അത് ടച്ച് ചെയ്ത് കഴിഞ്ഞ ദിവസം, അതായത് 6-ാം തീയതി അതൊന്ന് ക്രോസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും 20 days EMA ആണ് ഈ നീല ലൈൻ കാണുന്നത്. അപ്പോൾ അവിടെ ടച്ച് ചെയ്തു, റിജക്ഷനായി, മാർക്കറ്റ് ഫർദർ ഫോളോ വന്നു. ഇന്നലെയും മാർക്കറ്റ് പോയിട്ട് ആ ട്രെൻഡ് ലൈനെ ഒന്ന് ടച്ച് ചെയ്തു. ഇത് 1 hour ചാർട്ടാണ് കേട്ടോ, 1 മണിക്കൂർ ക്യാൻഡിൽ ടൈം ഫ്രെയിമുള്ള ഒരു ചാർട്ടാണ്. നിങ്ങൾക്കിത് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 hourൻ്റെ ചാർട്ട് എടുത്താൽ മതി. ഓക്കെ, അവിടെ നിന്ന് ഫർദർ അത് ഇന്നലെയും ആ ഒരു ട്രെൻഡ് ലൈനെ ഒന്ന് ടച്ച് ചെയ്തു, മാർക്കറ്റ് താഴോട്ട് വന്നു. പക്ഷെ ക്ലോസിങ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം അറിയാം, പ്രീവിയസ് ഡേയിൽ വന്നിരിക്കുന്ന ആ സെയിം ലോ തന്നെയാണ് ഇവിടെയും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ എനിക്ക് തോന്നുന്നത് ഫർദർ ഇന്നും ഇതൊരു മാർക്കറ്റ് ഈ രീതിയിൽ മുകളിലോട്ട് ഈ ട്രെൻഡ് ലൈനെ ടച്ച് ചെയ്തിട്ടായിരിക്കും പിന്നീട് തീരുമാനങ്ങൾ ഉണ്ടാവുക. എന്തായാലും ഇവിടെ നിന്ന് ഒന്നൊരു ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ നല്ലൊരു ഫോള്, രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരിക്കാം ലൈവ് മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. കാരണം ഈ ഒരു സോണിൽ നല്ലപോലെ മാർക്കറ്റ് പലപ്പോഴായിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സോ ഇതുണ്ടല്ലേ, ഇതാ ഇവിടെ ഇത് നമ്മൾ എന്താ പറയുക, ഒരു ട്രയാങ്കുലർ പാറ്റേൺ വരുന്നുണ്ട്. അത് ആ ടാർഗറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ മുൻപത്തെ വീഡിയോസ് പോയി കണ്ടാവുന്നത്. അപ്പോൾ അവിടെയൊക്കെ മാർക്കറ്റ് നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഇവിടെ മാർക്കറ്റിനൊരു സപ്പോർട്ട് കിട്ടും, ഇവിടെ നിന്ന് തിരിച്ചു പൊങ്ങും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു പ്രതീക്ഷ മാത്രമാണ്, യാതൊരു വാലിഡ് എവിഡൻസോ അല്ലെങ്കിൽ അതിനൊരു സപ്പോർട്ടിങ് ഇതുമില്ല, ഒരു പ്രതീക്ഷ മാത്രമാണ്. സോ നോക്കാം. എന്തായാലും 20 days EMA ക്രോസ് ചെയ്ത് മുകളിലെത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ബുള്ളിഷാണ് എന്ന് പ്രതീക്ഷിക്കാം. അതുവരെയും ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു നല്ല ഫോളൊക്കെ നമ്മൾ കരുതിയിരിക്കേണ്ടി വരും. ദെൻ ഇവിടെ ഇൻട്രാഡേ ചെയ്യുന്നവർക്കായിരിക്കും നൈക്ക, BSE, പഞ്ചാബ് നാഷണൽ ഹൗസിംഗ് ഫിനാൻസ്, സ്വിഗ്ഗി, ACME സോളാർ, EMS, അശോക ബിൽഡ്കോൺ, ഇത്രയും സ്റ്റോക്കുകളാണ് ഇൻട്രാഡേ ചെയ്യാൻ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഗോൾഡിൻ്റെ റേറ്റ് $2,610 കുറഞ്ഞിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ 68.19 കുറഞ്ഞിട്ടുണ്ട്. USD INR റേറ്റ് 84.39 വർദ്ധിച്ചിട്ടുണ്ട്. ഭയങ്കര ഭീമാകാരമായ രീതിയിലാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യം അല്ലെങ്കിൽ ഡോളർ ശക്തി പ്രാപിക്കുന്നത്. ഇന്ത്യൻ രൂപയ്ക്ക് എഗെയിൻസ്റ്റ് ഡോളർ ശക്തി പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് വിദേശ നിക്ഷേപങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ രൂപയുടെ മൂല്യവും അങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ദെൻ Q2 റിസൾട്ടുകളുടെ ഒരു കാലമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എവറിഡേ ഇൻഡസ്ട്രീസ് അവരുടെ പ്രോഫിറ്റ് 16.2% വർധനവാണ് Q2 റിസൾട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. BSE നെറ്റ് പ്രോഫിറ്റ് 187% വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് Q2 റിസൾട്ടിൽ. ദെൻ ബോഷ് ഇൻഡസ്ട്രീസ് അവരുടെ പ്രോഫിറ്റിൽ 46% ഇടിവാണ് വന്നിരിക്കുന്നത്. ജയ് ബാലാജി ഒത്തിരി പേര് ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. എനിക്ക് ഇവിടെ നമ്മുടെ കമൻറ്റിലും അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ ഒരുപാട് എൻക്വയറി വരുന്ന ഒരു സ്റ്റോക്കാണ് ജയ് ബാലാജി. എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, എങ്കിലും അതിൻ്റെ ഒരു റിസൾട്ടിൽ ലാഭത്തിൽ 24% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ നാറ്റ്കോ ഫാർമ നെറ്റ് പ്രോഫിറ്റ് 83% Q2 വർദ്ധിച്ചിട്ടുണ്ട്.
ദെൻ നൈക്ക പ്രോഫിറ്റ് 72% ഒരു ജമ്പാണ് Q2 വന്നിരിക്കുന്നത്. ദെൻ MTNL അവരുടെ ലോൺ മുടങ്ങി അങ്ങനെ ഒരു പ്രശ്നത്തിലായിട്ടുണ്ട്. 5726 കോടിയുടെ ലോൺ തിരിച്ചടവാണ് മുടങ്ങിയിരിക്കുന്നത്. 32,000 കോടിയും കണ്ടാണ് അവരുടെ ലോൺ കേട്ടോ. ദെൻ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് ഉള്ളത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒന്നും തന്നെ പച്ചയായിട്ട് കാണുന്നില്ല. ഓക്കെ, ഞാൻ വീണ്ടും റീഫ്രഷ് ചെയ്തപ്പം ഒരെണ്ണം പച്ചയായിട്ടുണ്ട്, ഷങ്കായ് കമ്പോസിറ്റ്. US മാർക്കറ്റ് ക്ലിയർലി ബെയറിഷാണ്, യൂറോപ്യൻ മാർക്കറ്റ് ബെയറിഷാണ്, ജപ്പാൻ മാർക്കറ്റ് ബെയറിഷാണ്. ചൈനയിൽ ഷങ്കായ് കമ്പോസിറ്റ് മാത്രമാണ് ഒരു ഗ്രീനിൽ, അതായത് ചെറിയൊരു പോയിന്റ് മുകളിലോട്ട് വന്ന് നിൽക്കുന്നത്. ഇനി നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് പോവുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് 23,938 ഇന്ന് ഓപ്പൺ ആയത് 899 39 പോയിന്റിൻ്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയത്. ദെൻ കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്ന 23,887 അതായത് ഓപ്പണായ സ്ഥലത്ത് നിന്ന് 12 പോയിന്റ്, അഥവാ ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും 51 പോയിന്റ് താഴെയാണ് ഇപ്പോൾ മാർക്കറ്റ് ട്രേഡിംഗ് നടക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയിലാണ്. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് അല്ലെങ്കിൽ ലോക്കൽ മാർക്കറ്റ് എങ്ങനെ വരുന്നു എന്നുള്ളത് നോക്കാം. മാർക്കറ്റ് ഓപ്പൺ ആകാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഗ്ലോബൽ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ പാസഞ്ചർ വെഹിക്കിൾ സെയിൽസ് ഇയർ ഓൺ ഇയർ, ഇന്ത്യ M3 മണി സപ്ലൈ ഇയർ ഓൺ ഇയർ, USA കോർ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ, ഫ്രാൻസ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, USA ഇൻഫ്ലേഷൻ റേറ്റ്, ദെൻ USA CPI, റഷ്യ GDP ഗ്രോത്ത് റേറ്റ്. ഇത്രയും ഗ്ലോബൽ ഡാറ്റയാണ് ഇന്ന് റിലീസാകാനുള്ളത്. റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ 300-ലധികം കമ്പനികളുണ്ട്. എനിക്ക് പരിചയമുള്ള ഏതാനും കമ്പനികൾ ഞാനിവിടെ എഴുതി എന്നേ ഉള്ളൂ. നിങ്ങൾ കൃത്യമായിട്ട് ഒത്തിരി സ്റ്റോക്കുകളൊക്കെ ഹോൾഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ റിസൾട്ട് കൃത്യമായിട്ടും നോക്കണം. വോഡഫോൺ ഐഡിയ, ഉഗർ ഷുഗർ വർക്ക്സ്, ടോറന്റ് പവർ, സൺ TV നെറ്റ്വർക്ക്, സ്കൈ ഗോൾഡ്, രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. ഇത്രയും സ്റ്റോക്കുകൾ മാത്രമേ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ 300-ലധികം സ്റ്റോക്കുകൾ ഇന്ന് NSEയിൽ തന്നെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. FNO ബാനിൽ വന്നിരിക്കുന്നത് ആരതി ഇൻഡസ്ട്രീസ്, ABFRL, ഗ്രാനൂൾസ്, ഹിന്ദ്, മണപ്പുറം ഫിനാൻസ്. ഇത്രയും സ്റ്റോക്കുകളാണ്. ദെൻ ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3024 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ചെയ്തത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1854 കോടിയുടെ ബൈയിങ്ങും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 1169 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഇന്നലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സൈഡിൽ നിന്നും നടന്നത്. ഈ മാസത്തിൽ ഒക്ടോബർ മാസത്തിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ ഈ ഡാറ്റ വായിക്കുമ്പോൾ അത് തെറ്റിപ്പോയതാണ് എന്നായിരുന്നു കരുതിയത്. പക്ഷേ ഈ 10-12 ദിവസം കൊണ്ട് 25,180 കോടിയുടെ സെല്ലിംഗ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ ചെയ്തത്. ഞാൻ കരുതിയത് തെറ്റിപ്പോയ ഡാറ്റയാണ് എന്നാണ്. സത്യത്തിൽ ഇത്രയും തന്നെയാണ് ഡാറ്റ. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 17,895 കോടിയുടെ ബൈയിങ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ 7,285 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഇതുവരെയായിട്ട് മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സൈഡിൽ നിന്നും നടന്നിരിക്കുന്നത്. ദെൻ ഇന്നലത്തെ ഒരു മാർക്കറ്റ് നിഫ്റ്റിയുടെ മൂവ്മെൻ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ 24,226 ഓപ്പണായി 342 പോയിന്റ് നഷ്ടത്തിൽ 23,883 ക്ലോസ് ചെയ്തു. 5 ദിവസം കൊണ്ട് നിഫ്റ്റിക്ക് 1.78% ലോസാണ് വന്നിരിക്കുന്നത്. 432 പോയിന്റിൻ്റെ നഷ്ടം. ഈ മാസത്തിൽ 1.72% നഷ്ടം തന്നെയാണ് നിഫ്റ്റിക്ക് വന്നിരിക്കുന്നത്. അതായത് 419 പോയിൻ്റാണ് ഈ നവംബർ മാസത്തിൽ നിഫ്റ്റിയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ദെൻ ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ CPR ആയിരുന്നു. പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നും നോർമൽ CPR ആണ്. അത് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. ഇന്ത്യ വിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 14.59 എന്തായാലും ഇൻട്രാഡേ ഓപ്ഷൻ ബയേഴ്സിന് നല്ല സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു വിക്സ് ആണ് ഇപ്പോൾ ഉള്ളത്. പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 0.52 ഇറങ്ങി വന്നിട്ടുണ്ട്. ക്ലിയർലി ബെയറിഷ് മോഡാണ് അത് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിരിക്കുന്നത് 24,294 ലക്ഷമാണ്. 23,500 ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് ഉള്ളത് 56 ലക്ഷം. കോൾ റേറ്റിങ്ങിനേക്കാളും കുറവാണ്. അതായത് മാർക്കറ്റ് ഒരു താഴോട്ട് തന്നെ പോകും എന്നാണ് ഓപ്ഷൻ സെല്ലേഴ്സ് ചിന്തിക്കുന്നത് എന്ന് വേണം നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ 895 പോയിന്റിന് നഷ്ടമുണ്ടാക്കി. ഫിൻ നിഫ്റ്റി 487 പോയിന്റ് നഷ്ടമുണ്ടാക്കി. സെൻസെക്സ് 969 പോയിന്റിന് നഷ്ടമുണ്ടാക്കി. മിഡ് ക്യാപ്പ് 201 പോയിന്റിന് നഷ്ടവും ഇന്നലെ ഉണ്ടാക്കി. ഇന്നലെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് ഒരു 12 മണി 1 മണിക്കൊക്കെ ട്രേഡിംഗ് അവസാനിപ്പിച്ചു. 2 മണിയോടുകൂടിയാണ് മാർക്കറ്റിൽ നല്ലൊരു ഫോളോ വന്നിട്ടുള്ളത്. സത്യത്തിൽ അത് ഞങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ദെൻ നോക്കാം. ഇന്നും മാർക്കറ്റ് അവിടെ തന്നെ ഉണ്ടല്ലോ. എന്തായാലും ഇന്ന് നമുക്ക് ബാക്കി അറിയാൻ പറ്റും. അപ്പോൾ നിഫ്റ്റിയുടെ ഇന്നത്തെ
ഒരു മൂവ്മെൻറ്റ്. ഇത് ഇന്നലത്തെ ചാർട്ടാണ്. ഇന്നലത്തെ ചാർട്ടിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നോ ട്രേഡ് സോണിൽ നിന്നും മാർക്കറ്റ് സ്ട്രൈറ്റ് ഒരു ഫോളാണ് കാഴ്ചവെച്ചത്. ഇന്നലെ ലോ പ്രതീക്ഷിച്ചതിനേക്കാളും താഴെ പോയിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പവർഫുൾ സെല്ലിങ് തന്നെയാണ് നടക്കുന്നത്. ഇനി ഇന്നത്തെ ചാർട്ട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇന്നത്തെ ഡേ ഹൈ പ്രതീക്ഷിക്കുന്നത് 24,060 24,060 എന്ന ഈ ഒരു ലെവലിൽ ഇന്നത്തെ ഡേ ഹൈ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അഥവാ അത് അല്ലെങ്കിൽ താഴോട്ടാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ 23,707 വരെയും ഇറങ്ങിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. എനിക്ക് തോന്നുന്നു മോർണിംഗിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ അല്ലെങ്കിൽ സ്ട്രൈറ്റ് വന്നിട്ട് ഈ ഒരു ലെവലിനെ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ചു കയറി വരാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. നോക്കാം നമുക്ക് എന്തായാലും ലൈവ് മാർക്കറ്റിൽ എങ്ങനെ വരുന്നു എന്നുള്ളത്. ദെൻ മാർക്കറ്റിൽ നോ ട്രേഡ് സോൺ നമുക്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കേണ്ടത് ഒരു വലിയൊരു സോണാണ്. കാരണം മോസ്റ്റ് പ്രോബ്ലി അങ്ങനെ വലിയൊരു സോൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും കാണാൻ സാധിക്കുക. അതായത് CPRൻ്റെ 3 ലൈൻസ് നമുക്ക് നോ ട്രേഡ് സോണായിട്ട് ഡിഫൈൻ ചെയ്ത് വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ 24,40 മുതൽ 23,935 വരെയുള്ള ഒരു സോണാണ് നമുക്ക് നോ ട്രേഡ് സോണായിട്ട് ഡിഫൈൻ ചെയ്യാനുള്ളത്. ഇനി ഒരു സപ്പോർട്ട് എടുക്കാൻ സാധ്യത പ്രീവിയസ് ഡേ ലോയും 23,671 971 മുതൽ 842 വരെയുള്ള ഈ ഒരു പോയിന്റിൽ 23,870 ഞാൻ പറയുന്നതിൽ തെറ്റുന്നുണ്ട്. എനിക്ക് സംസാരിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ബ്രീത്തിങ്ങിൻ്റെ ഭയങ്കര ഒരു ഇഷ്യൂ വരുന്നു. 23,871 മുതൽ 23,842 വരെയുള്ള ഈ ഒരു സോൺ ആണ് ഒരു സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ളത്. ഇൻ കേസ് അത് പൊട്ടിക്കഴിഞ്ഞാൽ 23,700 എന്ന ഈ ഒരു ഡേ ലോ പ്രതീക്ഷിക്കുക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് എനിക്കിതൊക്കെ പറഞ്ഞുതരാൻ പറ്റും, എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യുക. ആർക്കെങ്കിലും ഫ്രീ ട്രയൽ കിട്ടാതെ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫ്രീ ട്രയൽ തരുന്നതായിരിക്കും. ഇപ്പോൾ മാക്സിമം എല്ലാവരും ഒരു ഒരു ക്യാമ്പയിനിൽ ഈ ഒരു ചലഞ്ച് ഏറ്റെടുക്കുക, നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്കുള്ള ഫ്രീ ട്രയൽ ഉറപ്പായിട്ടും തരുന്നതായിരിക്കും. നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ വാട്സപ്പിൽ ഒന്ന് അയച്ചു തന്നാൽ മതി. ദെൻ ഒരു ഹയർ സൈഡിൽ റെയർ കേസിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറി പോവാണ്. കാരണം അതിനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം മാർക്കറ്റ് ഒരു ഡബിൾ ബോട്ടമാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ തിരിച്ച് 24,242 വരെയും കയറി വരാനുള്ള സാധ്യതയും ഉണ്ട്. ഒരു റെയർ കേസിലാണ്, വരും എന്ന് ഉറപ്പ് പറയാൻ സാധിക്കില്ല. ദെൻ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ പറയാം. 20-ാം തീയതി വരെയും മാർക്കറ്റ് ഈ രീതിയിൽ നമ്മൾ കൊണ്ടുപോകണം. 20-ാം തീയതിക്ക് ശേഷമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കൃത്യമായിട്ട് കണക്കൂട്ടിയെടുക്കാൻ സാധിക്കുക. 20-ാം തീയതി ഇതിൻ്റെ എക്സ്പയറിയൊക്കെ മാറുന്നതാണ്. സോ നോക്കാം. എന്തായാലും വേറൊരു കാര്യമുള്ളത്, ഓപ്ഷൻ ട്രേഡിംഗ് ഇട്ടിട്ട് ആരും പോവില്ല. ഇതിനകത്തേക്ക് വന്ന ഒരാളും അത് ഒഴിവാക്കിയിട്ട് പോവില്ല എന്ന പൂർണ്ണ ബോധ്യമുണ്ട്. കാരണം ഒത്തിരി പേർക്ക് ലോസ് വന്നിട്ടുണ്ട്, കുറേ പേർക്ക് പിന്നെ അതൊരു ലഹരിയായി വന്നിട്ടുണ്ട്, കുറേ പേർക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കാരണം ക്വിക്കായിട്ട് ഒരു പ്രോഫിറ്റ് എടുക്കണമെങ്കിൽ അതിൽ ഓപ്ഷൻ ട്രേഡിങ് തന്നെ നടക്കും. സോ അതുകൊണ്ട് ആരും വിട്ടിട്ട് പോവില്ല. പക്ഷേ വോളിയത്തിൽ വലിയ വ്യത്യാസം വരും. നിങ്ങളിപ്പോൾ BSEയുടെ സ്റ്റോക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 157% വർധനമാണ് അവരുടെ സ്റ്റോക്ക് പ്രൈസിൽ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ബേസിക് കാരണം എന്ന് പറയുന്നത് ഈ NSEയും BSEയും ഈക്വൽ ആകുമ്പോഴാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ NSEയിൽ 5 എക്സ്പയറിയും BSEയിൽ 2 എക്സ്പയറിയാണ് വീക്കിലി ഉള്ളത്. അപ്പോൾ NSEയിൽ 4 എക്സ്പയറി അല്ലേ? ഓക്കെ, ആ 4-2 എന്നുള്ളത്. അപ്പം 4 ഭാഗവും ഹോൾഡ് ചെയ്യുന്ന NSE ആണ്. BSEയിലാണെങ്കിൽ 2 ഉള്ളൂ, അതായത് പകുതിയേ ഉള്ളൂ. NSEയുടെ പകുതിയെ BSEക്ക് ഓപ്ഷൻസ് ഉള്ളൂ. അപ്പോൾ അതിലുണ്ടാക്കുന്ന ഒരു ലാഭവും അതേ രീതിയിലാണ്. അപ്പോൾ ഈ പുതിയ എക്സ്പയറിയുടെ തീരുമാനങ്ങൾ വന്നു കഴിഞ്ഞാൽ വീക്കിലി എക്സ്പയറി 2 ഉണ്ടാവുള്ളൂ. ഒന്ന് നിഫ്റ്റിയും മറ്റൊന്ന് സെൻസെക്സും. അപ്പം രണ്ടുപേരും തുല്യ ശക്തികളായിട്ട് മാറും. രണ്ടിലേക്കും നല്ല രീതിയിൽ ട്രേഡിംഗ് വോളിയം സ്പ്ലിറ്റായി പോകാൻ സാധ്യതയുണ്ട്. ഈ 4 NSEയിലെ 4 വോളിയം ഈ NSEയുടെയും BSEയുടെയും 2 സ്പ്ലിറ്റായിട്ട് അല്ലെങ്കിൽ ഈക്വലി ഡിവൈഡ് ചെയ്ത് പോകാൻ സാധ്യത. കുറേ കുറവ് വരും. കാരണം ഒത്തിരി പേര് അത് ഒരു മാറി നിൽക്കും കുറച്ച് നാൾ, ഇതെന്താണ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കോപ്പി ട്രേഡിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ജോയിൻ ചെയ്യുക. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഈ ആഴ്ച തന്നെ ഒരു
PNL ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈവായിട്ട് PNL നോക്കി ട്രേഡ് ബുക്ക് നോക്കി അല്ലെങ്കിൽ PNL സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും എത്ര രൂപ നമ്മൾ കോപ്പി ട്രേഡിൽ ഉണ്ടാക്കി എന്നുള്ളത്. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലെ പ്രോഫിറ്റ് എല്ലാ ദിവസവും എല്ലാ ഗ്രൂപ്പുകളിലും എല്ലായിടത്തും ഷെയർ ചെയ്യാറുണ്ട്. ഒന്ന് നോക്കിക്കോളൂ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നല്ല പ്രോഫിറ്റബിൾ ദിവസം ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. പരമാവധി മെമ്പർഷിപ്പ് അതിനകത്ത് ഉറപ്പാക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.